ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ കാവേരിക്ക് ടീക്കപ്പ് റിസോർട്ടിൽ ജോലി കൊടുക്കാൻ തന്നെ രാജേശ്വരി തീരുമാനിക്കുകയാണ്. രാജേശ്വരിയുടെ അടുത്ത് വരുന്ന കാവേരി വളരെ ഭവ്യതയോടു കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ രാജേശ്വരി പറയും, നിന്റെ അഹങ്കാരം പിടിച്ച സ്വഭാവമൊന്നും ഇവിടെ ഇരുന്നോട് ചെയ്യാൻ പാടില്ല. ഇവിടെ വരുന്ന ഗസ്റ്റുകളോടൊക്കെ വളരെ മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം, ഓ മേഡം, ഞാൻ വളരെ നന്നായിട്ടേ പെരുമാറുള്ളൂ. ഞാനിവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നത് മൂലം മേഡത്തിൻ്റെ ഈ റിസോർട്ടിനോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ കൂടുതൽ ഗസ്റ്റുകളെ ഇവിടേക്ക് എത്തിക്കാനേ നോക്കുള്ളൂ എന്ന് പറയാം. ശരി ശരി, മാന്യമായിട്ടൊക്കെ പെരുമാറണം, ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് തൂക്കിയെടുത്ത് ഞാൻ വെളിയിൽ കളയും എന്ന് പറയാം. അപ്പം കാവേരിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും കാവേരി പറയും, ഇല്ല മേഡം, എൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല. മേഡം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഒരു റിസപ്ഷനിസ്റ്റ് ആയിരിക്കും ഞാൻ എന്ന് ഉറപ്പ് കൊടുക്കുക. അല്ല, സാലറി ആയിട്ട് നീ എന്താ പ്രതീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പോൾ കാവേരി പറയും, മേഡം തരുന്നത് എന്തും ഞാൻ സ്വീകരിക്കും എന്ന് പറയാം. അങ്ങനെയല്ല, നിന്റെ മനസ്സിലൊരു തുക കാണുമല്ലോ, അത് എത്രയാണെന്ന് പറഞ്ഞോളൂ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കാവേരി പറയും, മേഡം, എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പൈസയ്ക്കൊക്കെ നല്ല ആവശ്യമുണ്ട് എന്ന് കരുതി അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. ഇവിടെ സാധാരണ റിസപ്ഷനിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് എത്ര രൂപയാണോ കൊടുത്തിരുന്നത് അത് മാത്രം മതി എനിക്ക് എന്ന് കാവേരി പറയണം. അത് കേൾക്കുമ്പോൾ തന്നെ രാജേശ്വരിക്ക് കാവേരിയോട് ഒരു മമതയൊക്കെ തോന്നുന്നുണ്ട്. പരീക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് രാജേശ്വരി അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചത്. പക്ഷേ അവൾ അർഹതപ്പെട്ട കൂലിക്ക് മുകളിലായിട്ട് ഒന്നും ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ രാജേശ്വരി ജോലിയൊക്കെ നൽകി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം. അപ്പം ജോലി കിട്ടി എന്ന് ഉറപ്പാകുന്ന കാവേരിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. നിവിനോട് താങ്ക്സും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ വീട്ടിലേക്ക് ഒരു പാക്കറ്റ് ലഡു ഒക്കെ മേടിച്ചുകൊണ്ടാണ് കയറി ചെല്ലുന്നത്. ഓടിച്ചെന്ന് ശാരദയുടെ അടുത്തേക്ക് ചെല്ലുക. എന്നിട്ട് വായി ലഡു വെച്ച് കൊടുക്കണം. അമ്മേ, എനിക്ക് ജോലി കിട്ടിയമ്മേ, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഇനി മാറും എന്ന് പറയാം. അത് കേൾക്കും നമ്മുടെ ശാരദ പറയും, സന്തോഷമായി മോളെ, ദേ നിന്റെ എടുത്തു ചാടിയുള്ള സ്വഭാവമൊന്നും രാജുവിൻ്റെ അടുത്ത് നീ ചെലവാക്കരുത്. അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമാണ്. അതുമാത്രമല്ല, അനാവശ്യ കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാനും പാടില്ല. നീ അവിടെ ചെല്ലുന്നു, ജോലി ചെയ്യുന്നു, പോരുന്നു, മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിക്കുക. എൻ്റെ അമ്മേ, അവരുടെ സ്വഭാവമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം നമുക്ക് ഈ ജോലി അത്രയ്ക്ക് അത്യാവശ്യമാണ്. അത് നഷ്ടപ്പെടുത്താതെ അവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് കാവേരി നമ്മുടെ ശാരദയ്ക്ക് ഉറപ്പ് നൽകുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിക്ക് ജോലി കിട്ടിയെന്നറിയുന്ന ഗംഗയ്ക്കും യമുനയ്ക്കും നിളയ്ക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുക. ആ സന്തോഷത്തിൽ കാവേരി കൊണ്ടുവന്ന ലഡുവൊക്കെ എല്ലാവരും കൂടി കഴിക്കുകയാണേ. എന്നിട്ട് വൈകുന്നേരം ആഹാരമൊക്കെ കഴിച്ച് അവരിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കാവേരി പറയും, ഈ റിസോർട്ടിലെ ജോലി കൊണ്ട് മാത്രം നമ്മുടെ കുടുംബം ഒന്നും മെച്ചപ്പെടാൻ പോകുന്നില്ല. അത് കേൾക്കുന്ന ഗംഗ ചോദിക്കും, നീ എന്താ ഉദ്ദേശിക്കുന്നത്? നിനക്കും ഇപ്പം ജോലിയായി, ഞാൻ തയ്ക്കുന്നുണ്ട്, അതുകൊണ്ടൊക്കെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറില്ലേ എന്ന് ചോദിക്കുക. ഇല്ല ചേച്ചി, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യണം. ശാരദ പറയും, ദേ കാവേരി, ആവശ്യമില്ലാത്ത വയ്യാവേലിയൊന്നും വലിച്ച് നീ വെക്കരുത് കേട്ടോ. കൂടുതലൊന്നും ചെയ്യണ്ട, നിനക്കിപ്പോൾ ജോലിയായി, ഇവളും തയ്ക്കുന്നുണ്ട്, അതൊക്കെ മതി, അല്ലല്ല നമുക്ക് മുന്നോട്ട് പോകാൻ എന്ന് പറയാം. അതെങ്ങനെ ശരിയാവും അമ്മേ? ഗംഗ ചേച്ചിയെ നമുക്ക് കല്യാണം കഴിച്ചു വിടണ്ടേ? അതിന് നമ്മുടെ കയ്യിൽ ഇനി പൈസയുണ്ടോ? അതൊക്കെ നമ്മൾ സ്വരൂപിക്കണ്ടേ എന്ന് ചോദിക്കാം. അത് പറയുമ്പം നമ്മുടെ ശാരദയ്ക്ക് മറുപടി ഒന്നും ഇല്ലാതെ നിൽക്കുകയാണ് കേട്ടോ. അന്നേരം പെട്ടെന്ന് ശാരദയോട് കാവേരി പറയും, അമ്മ സങ്കടപ്പെടാൻ പറഞ്ഞതല്ല, ഞാനൊരു കാര്യം ഇപ്പം ചിന്തിക്കുന്നുണ്ട്. അപ്പം ഗംഗ ചോദിക്കും, നിന്റെ മനസ്സിൽ എന്തോ ഐഡിയ ഉണ്ടല്ലോ, എന്താ നീ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കാം. അതമ്മേ, നമുക്ക് ഈ വീട്ടിലൊരു ഹോം സ്റ്റേ തുടങ്ങിയാലോ? അപ്പം ഗംഗ പറയും, ഹോം സ്റ്റേയോ? അത് കേൾക്കുന്ന യമുന പറയും, അത് നല്ലൊരു ഐഡിയ കാവേരി ചേച്ചി, നമ്മുടെ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റുകളുടെ നാടാ, അതുകൊണ്ട് തന്നെ ഹോം സ്റ്റേ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് സക്സസ് ആവുകയും ചെയ്യും. അപ്പോൾ ശാരദയ്ക്ക് ഇതൊന്നും മനസ്സിലാകില്ല കേട്ടോ. അപ്പോൾ ശാരദ ചോദിക്കും, ഇവൾ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ ഗംഗ പറയും, അമ്മേ, ഹോം സ്റ്റേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നമ്മൾ ടൂറിസ്റ്റുകളെ കയറ്റി താമസിക്കുന്ന പരിപാടിയാ. യോ, കണ്ട നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ കയറ്റി ഈ വീട്ടിൽ താമസിക്കാനോ? അതൊന്നും നടക്കില്ല, പെണ്ണുങ്ങൾ മാത്രമുള്ള വീടാ. എൻ്റെ അമ്മേ, അത് പേടിക്കാനൊന്നുമില്ല. ഇവിടെ എത്ര വീടുകളിൽ അങ്ങനത്തെ പരിപാടികൾ നടക്കുന്നു. അതായത് നമ്മൾ ഒരു റൂം അവർക്കായിട്ട് വിട്ടുകൊടുക്കുന്നു, വൃത്തിക്ക് അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. അവർ ഇവിടെ വന്ന് താമസിക്കും, അവരിവിടെ താമസിക്കുന്നതിനുള്ള കൂലി നമുക്ക് നൽകുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ അമ്മയ്ക്ക്? അല്ലാതെ ഇതിൽ വേറെ ബുദ്ധിമുട്ട് ഉള്ള കാര്യമൊന്നുമില്ല. എന്നാലും ഈ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ടൂറിസ്റ്റുകളൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ഏതൊക്കെ നാട്ടിൽ നിന്നുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവർ നമ്മളെ ഉപദ്രവിക്കുകയെല്ലാം ചെയ്താലോ? അമ്മേ, അങ്ങനെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അവരിവിടെ വരുന്നു, അവരിവിടെ താമസിച്ച് പോകുന്നു, നമ്മൾ അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു, അവരതിന് നമുക്ക് പൈസ തരുന്നു, ഇത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നും പറഞ്ഞ് ശാരദയെ ഒരു വിധത്തിൽ കാവേരി പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ ശാരദയ്ക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഗംഗയും യമുനയും ഒക്കെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടോണ്ട് വരുന്ന നമ്മുടെ രാധമ്മയും പറയും, കാവേരി മോള് പറഞ്ഞത് നല്ലൊരു പദ്ധതിയായിട്ടാണ് എനിക്കും തോന്നുന്നത്. ഈ വീട്ടിലാണ് നല്ല സൗകര്യം
സൗകര്യവും ഉണ്ട്. അമ്മയും ഇവന്മാർ പറയുന്നത് കേട്ട് ഇതിനൊട്ട് തുള്ളാൻ നിൽക്കുവാണോ എന്ന് അപ്പം ശാരദ രാധമ്മയോട് ചോദിക്കും. ഇല്ല ശാരദേ, നമ്മൾ രണ്ടുപേരും ഇവിടെ ഉണ്ടല്ലോ. അതുമാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്താലല്ലേ നമുക്ക് സാമ്പത്തികമായിട്ട് ഒരു മെച്ചം ഉണ്ടാവുകയുള്ളൂ എന്ന് രാധമ്മയും കൂടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ശാരദ പിന്നെ അതിനെ എതിർക്കാതെ നിൽക്കാം. അപ്പം ഗംഗ പറയും, അങ്ങനെ എടുത്തു ചാടി നമുക്ക് ഹോം സ്റ്റേ ഒന്നും ആരംഭിക്കാൻ പറ്റില്ലല്ലോ. അതിന് എന്തൊക്കെയോ നിയമ നടപടികളൊക്കെ ഇല്ലേ? ആദ്യം തന്നെ നമ്മൾ ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ മേടിക്കണ്ടേ എന്ന് ചോദിക്കാം. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവോ കാവേരി എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയും, അതിനൊരാളുണ്ട് നിവിൻ, അവനോട് ഞാൻ സഹായം ചോദിക്കാം. അവർക്ക് ഈ റിസോർട്ടൊക്കെ ആയതുകൊണ്ട് ഇതിനെപ്പറ്റിയൊക്കെ അറിയായിരിക്കും എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ശാരദ പറയും, ഈ കാര്യം കാനും ആ രാജേശ്വരി അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അവരുടെ റിസോർട്ടിൽ വരുന്ന ആളുകളെ അല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് ക്ഷണിക്കുന്നത്. നമ്മളിവിടെ പരസ്യം വെക്കുന്നു, നമ്മുടെ ഇവിടെ ഹോം സ്റ്റേ ഉണ്ടെന്ന് അറിഞ്ഞു കേട്ട് വരുന്നവർ മാത്രം ഇവിടേക്ക് വന്നാൽ മതി. ഞാൻ നിവിനോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് കാവേരി പിറ്റേ ദിവസം ജോലിക്ക് പോകുമ്പം തന്നെ നമ്മുടെ നിവിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുക. അതിനു മുന്നേ കടയിൽ കയറി വിനീതിനോടും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനീതും ഇതിന് നല്ലൊരു അഭിപ്രായം തന്നെയാണ് പറയുന്നത്. പോരാത്തതിന് വിനീതിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു തരാം എന്നുള്ള ഉറപ്പും കൊടുക്കുകയാണ്. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കാവേരിക്ക് ഒരുപാട് സന്തോഷം തോന്നുക. അപ്പം നിവിനും പറയും, കാവേരിയുടെ ഈ ഐഡിയ കൊള്ളാം, എന്തായാലും ഇതിന് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. അതിന് ആദ്യം ഗവൺമെൻറ്റിൽ നിന്ന് അപ്രൂവൽ മേടിക്കണം, അതിന് നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അങ്ങനെ തുടങ്ങി എല്ലാ നടപടികളും പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്രകാരം കാവേരി എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയാണ്. അങ്ങനെ ഹോം സ്റ്റേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം റെഡിയാകും. ഇതൊക്കെ കാണുമ്പോഴും ശാരദ പാതി മനസ്സായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇത്രയും പെൺകുട്ടികളുള്ള വീട്ടിലേക്ക് അന്യനായ ആൾക്കാരെ പിടിച്ചു കയറ്റുക എന്ന് പറഞ്ഞാൽ ശാരദയുടെ പഴമനസ്സിന് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഹോം സ്റ്റേയുടെ എല്ലാ കാര്യങ്ങളും റെഡി ആയപ്പോൾ തന്നെ നമ്മുടെ കാവേരി വീട്ടിൽ പറയാണ്, ഇനി നമ്മുടെ ഹോം സ്റ്റേക്ക് ഒരു പേര് വേണം. ആ പേര് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് പരസ്യം ചെയ്യണം എന്ന് പറയാം. അപ്പം പെട്ടെന്ന് നീള പറയും, എന്ത് പേരാ ഇപ്പോൾ ഇടുക? നല്ല ആര് കേട്ടാലും പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലുള്ള പേര് വേണം എന്ന് യമുന പറയാം. അങ്ങനെ വേണം. നമ്മുടെ ഈ ഹോം സ്റ്റേയുടെ പേര് റയർ ആയിരിക്കണം, എവിടെയും കേൾക്കാത്ത പേരുമായിരിക്കണം, ഈ നാട്ടിലൊന്നും ഇല്ലാത്തൊരു പേര് വേണം, എങ്കിലേ പെട്ടെന്ന് ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. അത് കേൾക്കുന്ന ഗംഗ പറയും, അത് നേരാ, അങ്ങനെ എന്തെങ്കിലും പേര് വേണം. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വരുന്നത് ശാരദ പറയും, നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ജയബാലേട്ടനോട് ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കായിരുന്നു, നിങ്ങൾ തനിയെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയും, അമ്മയോട് ഒരു 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ജയബാലങ്കിളിനോട് എല്ലാം വിളിച്ച് പറയാൻ നിൽക്കേണ്ടെന്ന്. അതിൻ്റെ ആവശ്യമുള്ളപ്പോഴൊക്കെ ജയബാലങ്കിൾ എത്രമാത്രം നമ്മളെ സഹായിച്ചെന്ന് അമ്മ കണ്ടതാണല്ലോ. അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ ഇനി അയാളെ അനുവദിക്കേണ്ട. ദേ പെണ്ണെ, നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ജയബാലേട്ടനോട് ദേഷ്യപ്പെടരുതെന്ന് ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലേ ഇപ്പം നിന്റെ തൊടയടച്ച് പൊളിച്ചേനെ. അച്ഛന് അത്രയ്ക്ക് കാര്യമായിരുന്നു ജയബാലേട്ടനെ, അത് നിനക്കും അറിയാവുന്നതല്ലേ. അപ്പം ഗംഗ പറയും, കാവേരി പറയുന്നതിലും കാര്യമുണ്ടമ്മേ. അച്ഛൻ മരിച്ചതിന് ശേഷം ജയബാലങ്ങളുടെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് എന്ന് പറയാം. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ മക്കളെ. ഇപ്പം തന്നെ ഞാൻ പ്രവീണിയോട് വിളിച്ചല്ലേ ഇവക്കൊരു ജോലിയുടെ കാര്യം പറഞ്ഞ് രാജോട് സംസാരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഒരു മടിയുമില്ലാതെ സംസാരിച്ചില്ലേ. പ്രവീൺ ആൻറ്റി ഒരു പാവമാണ്, പക്ഷെ അതുപോലല്ല ജയബാലങ്കിള് എന്ന് കാവേരി അപ്പം പറയാണ്. അപ്പം യമുനയ്ക്ക് ജയബാലനെ കുറ്റം പറയുന്നത് അത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. യമുനയും പറയും, ജയബാലങ്കിളിന് ഒരു കുടുംബമൊക്കെ ഇല്ല ചേച്ചി, അതുകൊണ്ട് നമ്മുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാനൊക്കെ പറ്റുമോ എന്ന് പറയണം. നീ എന്തിനാ അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്? എന്തൊക്കെ ആയാലും ഇനി ആവശ്യമില്ലാത്തതിനെല്ലാം അയാളെ ആശ്രയിക്കുന്ന ഈ പരിപാടി അങ്ങ് നിർത്തിക്കോ എന്ന് ഞാൻ പറയുള്ളൂ എന്ന് കാവേരി തീർത്ത് പറയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ ശാരദ ഇങ്ങനെ നിൽക്കാം. എന്തായാലും ജയബാലനെ വിളിച്ച് പറയണ്ട എന്ന് തന്നെ ശാരദയും തീരുമാനിക്കുകയാണ് കേട്ടോ. എന്ന് തന്നെ നമ്മുടെ നീള പറയും, എനിക്കൊരു പേര് കിട്ടി എന്ന് പറഞ്ഞ് വിളിച്ചു കൂവാ. അത് കേൾക്കുന്ന ഗംഗയും വന്നിട്ട് ചോദിക്കും, എന്ത് പേരാ നീ കണ്ടുപിടിച്ചത്? അല്ല ചേച്ചി, നമ്മുടെ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും പേരുകൾ നദിയുടെ പേരുകളല്ലേ എന്ന് ചോദിക്കുക. അതെ, അപ്പം പിന്നെ നിന്റെ പേരിൽ ഇടാന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുക. ഏയ് അതല്ല, എല്ലാവരുടെയും പേര് നദി എന്നാകുമ്പം നമുക്ക് മഹാനദി എന്ന് പേരിട്ടാലോ നമ്മുടെ ഹോം സ്റ്റേക്ക് എന്ന് ചോദിക്കുകയാണേ. അത് കേട്ടുകൊണ്ടിരിക്കുന്ന കാവേരി പറയും, അത് കൊള്ളാലോ, മഹാനദി ഹോം സ്റ്റേ, ഒരു എടുപ്പൊക്കെ ഉണ്ട്, അങ്ങനെയാണ് നമ്മുടെ ഹോം സ്റ്റേക്ക് ആ പേര് തന്നെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു എന്ന് പറയാം. എല്ലാവർക്കും ആ പേര് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വിനീതിനോടും ഈ കാര്യങ്ങളൊക്കെ പറയാണ്. ഹോം സ്റ്റേക്ക് പേരിട്ട കാര്യമൊക്കെ കാവേരി പിറ്റേന്ന് ജോലിക്ക് പോകുമ്പോൾ തന്നെ വിനീതിനോട് പറയാം. അത് കേൾക്കുന്ന വിനീത് പറയും, അടിപൊളി പേരാണല്ലോ, ഈ പേര് പൊളിച്ചു, അല്ലെങ്കിൽ നിളക്കുട്ടിക്ക് നല്ല കഴിവാ എന്നൊക്കെ വിനീത് പറയണം. വിനീതേട്ടാ, ഇനി നമുക്ക് ഫ്ലെക്സ് വെക്കണം മഹാനദി ഹോം സ്റ്റേ എന്ന് പറഞ്ഞ്, എങ്കിലല്ലേ ആൾക്കാരൊക്കെ ഇതിനെപ്പറ്റി അറിഞ്ഞു കേട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് ചോദിക്കുക. അതിനു മുന്നേ നിങ്ങൾ 2-3 റൂം വൃത്തിയാക്കി ഇടണം, ടൂറിസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യണം എന്ന് പറയാം. അതൊക്കെ ഞങ്ങൾ ഏറ്റു, ഇന്ന് തന്നെ അതിനുള്ള പരിപാടികളൊക്കെ ചെയ്തോളാം എന്ന് പറയാം. എങ്കിലേ ഈ മഹാനദി ഹോം സ്റ്റേ എല്ലാവരിലേക്കും എത്തിക്കുന്ന കാര്യം ഈ വിനീതേട്ടനും ഏറ്റു എന്ന് ഉറപ്പ് നൽകുകയാണ് കേട്ടോ.
അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി റിസോർട്ടിലേക്ക് കയറി ചെല്ലുന്ന കാവേരിയെ കാണുമ്പോൾ നമ്മുടെ നിവിൻ ചോദിക്കും, അല്ല ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ, ഹോം സ്റ്റേ ഒക്കെ ശരിയായോ എന്ന് ചോദിക്കുക. അപ്പോൾ പറയും ഏകദേശം അത് ശരിയായി വരുന്നുണ്ട്, പേരിട്ടോ എന്ന് നിവിൻ ചോദിക്കുമ്പോൾ കാവേരി പറയും, പിന്നല്ലാതെ മഹാനദി ഹോം സ്റ്റേ എങ്ങനെയുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഹോം സ്റ്റേ ഒക്കെ തുടങ്ങി കാശൊക്കെ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള വരവ് നിൽക്കുമോ എന്ന് ചോദിക്കുക. ഇല്ല, ഇവിടെ ഒരാവശ്യം വന്നപ്പം എനിക്ക് ജോലി തന്നത് ഈ റിസോർട്ടല്ലേ, ആ നന്ദി ഞാൻ എന്തായാലും കാണിക്കും എന്ന് പറയാണ്. ഇതൊരു ചെറിയ സൈഡ് ബിസിനസ്സാണ്, ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കേണ്ട മാഷേ എന്ന് നിവിനോട് നമ്മുടെ കാവേരി പറയണം കേട്ടോ. അപ്പോൾ കാവേരിയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ട് നമ്മുടെ നിവിൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ആസിഫ് അങ്ങോട്ട് വരിക. എടാ കള്ള കാമുകനെ, നിന്റെ റൂട്ട് എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദേ ആൻറ്റി വിളിക്കുന്നുണ്ട് നിന്നെ, ഇക്കാര്യങ്ങാനും ആൻറ്റി അറിഞ്ഞാൽ ഉള്ള അവസ്ഥ നിനക്ക് അറിയാലോ അല്ലേ. എൻ്റെ പൊന്നു മോനെ, നീ ഇപ്പം അമ്മയോട് പറയല്ലേ, ഞാൻ എങ്ങനെയെങ്കിലും ആ ഇരിക്കുന്നവളെ എൻ്റെ വീട്ടിലെ റാണി ഒന്ന് ആക്കി മാറ്റട്ടെ, അതിനുശേഷം അമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ കാര്യം ഞാൻ ഏറ്റു. അമ്മ എതിർത്ത് നിൽക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം കാവേരിയുടെ പെരുമാറ്റത്തിലൊക്കെ അമ്മയ്ക്ക് ചെറിയൊരു മമതയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ഹോം സ്റ്റേ, ആ കാര്യം അറിയുന്നതോടുകൂടി ആ മമത അങ്ങ് തീർന്നോളും. അവളതിന് ഹോം സ്റ്റേ തുടങ്ങിയെന്ന് കരുതി അമ്മ എന്തിനാ ഇത്ര ദേഷ്യപ്പെടാനിരിക്കുന്നത്? എടാ പൊട്ടാ, അവരവിടെ ഹോം സ്റ്റേ തുടങ്ങിയാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന ടൂറിസ്റ്റേഴ്സിൻ്റെ എണ്ണം കുറയില്ലേടാ. അതറിഞ്ഞാൽ രാജേശ്വരി മേഡത്തിന് ദേഷ്യം വരുമോ ഇല്ലയോ എന്ന് ചോദിക്കുക. അപ്പം ഇവനിങ്ങനെ കുഴപ്പമാവുകയോ എന്ന് ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അതിന് ഇതൊരു റിസോർട്ടല്ലേ, അത് ചെറിയൊരു ഹോം സ്റ്റേ, ഒരുപാട് പേർക്കൊന്നും അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ എന്നും പറഞ്ഞ് സ്വയം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ നിവിന്. ഗംഗയുടെയും വിനീതിൻ്റെയും ജീവിതത്തിലും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഗംഗയുടെ വിനീതിനോടുള്ള നിലപാടൊക്കെ മാറ്റം വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ആദ്യമൊക്കെ വിനീത് എന്ന് പറഞ്ഞാൽ പോലും ഗംഗയ്ക്ക് ദേഷ്യമായിരുന്നു. വ്യക്തിപരമായി വിനീതിനോട് ദേഷ്യമൊന്നും ഇല്ലെങ്കിലും ഒരു വിവാഹ ബന്ധത്തിലേക്ക് എത്താനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇപ്പം തയ്ക്കാനുള്ള സഹായമൊക്കെ നമ്മുടെ വിനീതാണല്ലോ ഗംഗയ്ക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഇടയ്ക്കൊക്കെ അവർക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കാൻ വിനീതിൻ്റെ കടയിൽ ചെല്ലുകയും വിനീതിനെ ലിസ്റ്റ് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇതൊക്കെ സ്വയം ഗംഗ തന്നെയാണ് ചെയ്യുന്നത്. അതുകൂടാഞ്ഞ് വീട്ടിലേക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്തു തരുന്ന വിനീതിനോട് നമ്മുടെ ഗംഗയ്ക്ക് ഒരടുപ്പൊക്കെ തോന്നി തുടങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു വിവാഹം എന്ന ചിന്തയിലേക്ക് ഗംഗ എത്തുന്നില്ല. എന്നാൽ നിളയോട് വിനീത് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും പരിഗണനയും ഒക്കെ ഗംഗയുടെ മനസ്സിൽ ഒരു ചെറിയ ചാറ്റൽ മഴ പോലെ വിനീതിനോടുള്ള സ്നേഹം വളരാൻ കാരണമാകുന്നതുകൊണ്ട്. പണ്ട് വിനീതിൻ്റെ ബൈക്കിലൊക്കെ കയറാൻ മടിയുള്ള ആളായിരുന്നു നമ്മുടെ ഗംഗ. പക്ഷേ ഇപ്പം കടയിൽ ലിസ്റ്റ് കൊടുക്കാൻ ചെല്ലുമ്പം വിനീത് വീട്ടിൽ കൊണ്ടേ ആക്കട്ടെ എന്ന് ചോദിച്ചാൽ ഗംഗ എതിരൊന്നും പറയാറില്ല, വിനീതിൻ്റെ ബൈക്കിൽ കയറാറുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പം നമ്മുടെ സലിമയ്ക്ക് ആകെ പേടിയാണ് തോന്നുന്നത്. കാരണം വിനീതിൻ്റെ മനസ്സ് ഗംഗയിലേക്ക് വീണ്ടും വീണ്ടും ചായുകയാണെന്ന് സലിമയ്ക്ക് മനസ്സിലാകും. പക്ഷേ ഗംഗായുടെ മനസ്സിൽ എന്താണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വീണ്ടും എൻ്റെ ചെറുക്കം വേദനിക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട് കേട്ടോ. പക്ഷെ വിനീത് ഗംഗയുമൊത്തുള്ള ആ ഓരോ നിമിഷങ്ങളും അത്രയേറെ ആസ്വദിക്കുന്നുണ്ട്. തൻ്റെ ബൈക്കിൽ താൻ ഇഷ്ടപ്പെടുന്ന തൻ്റെ പെണ്ണ് കയറി വരുന്നതൊക്കെ വിനീതിന് സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇപ്പോൾ വീട്ടിൽ പോയി രണ്ടുപേരും കൂടി ഇറങ്ങുന്നതൊക്കെ കാണുന്ന രാധമ്മയുടെ മനസ്സിലും മറ്റു പല ചിന്തകളും ഉണ്ടാവുക. വിനീതിനെ കൊണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ നമ്മുടെ രാധമ്മയുടെ മനസ്സിൽ വരികയാണ് കേട്ടോ. ഇപ്പോഴാണെങ്കിൽ ഗംഗ എതിര് പറയുമെന്നും തോന്നുന്നില്ല. അത്രയ്ക്ക് നല്ല പയ്യനാ വിനീത്. ഗംഗയെ കല്യാണം കഴിക്കുവാണെങ്കിൽ ഈ കുടുംബത്തിന് എന്നും താങ്ങായി അവനുണ്ടാകും എന്നൊരു ചിന്ത കൂടി രാധമ്മയുടെ മനസ്സിലുണ്ട്. പക്ഷേ രാധമ്മ ചിന്തിക്കുക, തൻ്റെ മകള് സുജാത, അവൾ ഇതിന് സമ്മതിക്കുമോ? ഒരിക്കലുമില്ല. എങ്കിലും വിനീതിൻ്റെ മനസ്സറിയാവുന്ന അവള് ചിലപ്പോഴാണെങ്കിൽ സമ്മതിച്ചാലോ, എന്തായാലും അവളുടെ അടുത്ത് പോയി അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തന്നെ രാധമ്മയെ ഉറപ്പിക്കുക. അപ്പം വിനീതിൻ്റെ വണ്ടിയിൽ കയറി ഗംഗ വരുന്ന കാണുന്ന ശാരദയ്ക്കും മനസ്സിൽ സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ സുജാതയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെ ഗംഗയെ കല്യാണം കഴിപ്പിച്ച് അവിടേക്ക് വിടുന്നതിൽ ശാരദയ്ക്ക് വലിയ താല്പര്യമൊട്ടില്ല താനും. ഇതേസമയം നമ്മുടെ വിനീത് തിരിച്ച് പോകുമ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ കടയിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കടയിൽ ചെല്ലുമ്പം സലീമൊക്കെ പറയും, മോനെ വിനീത്, നിൻ്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. ആ പെൺകൊച്ചിൻ്റെ മനസ്സ് ഒട്ട് അറിയത്തുമില്ല. ഇപ്പം അവൾക്ക് നീ സഹായമൊക്കെ ചെയ്യുന്നത് കൊണ്ടാവാം നിന്നോട് അവളൊരു താല്പര്യം കാണിക്കുന്നത്. പക്ഷെ അവളുടെ മനസ്സിൽ നിന്നെ കല്യാണം കഴിക്കാനുള്ള ചിന്തയൊന്നും ഇല്ലെങ്കിൽ നീ വീണ്ടും വേദനിക്കേണ്ടി വരും. ഒരിക്കൽ നീ നെഞ്ചു പൊട്ടി കരയുന്നത് കണ്ടിട്ടുള്ളവനായി സലീമിക്ക. അതുകൊണ്ട് എൻ്റെ മോൻ കൂടുതലൊന്നും ആഗ്രഹിക്കരുത് എന്ന് പറയാം. അത് കേൾക്കുമ്പോൾ വിനീത് പറയും, ഇല്ല സലീമിക്ക,
ഞാനിപ്പോൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അവളെ ഇഷ്ടമാണ്. അവൾ എന്നിലേക്ക് വന്നാൽ ഒരിക്കലും ഞാൻ വേണ്ടെന്ന് വെക്കുകയുമില്ല എന്നും കരുതി അവൾക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിടിച്ചു വാങ്ങാൻ നിൽക്കുകയുമില്ല സലിമിക്ക എന്ന് പറയാണ്. അങ്ങനെ തന്നെ വേണം. അവൾ മനസ്സറിഞ്ഞ് നിന്നെ കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. പക്ഷേ നീ വീണ്ടും കരയാൻ ഇടവരരുത് വിനീതേ. നിന്റെ മനസ്സ് എനിക്കറിയാം. നീ ഒരു പാവവാ, എല്ലാവരും സഹായിക്കാൻ മനസ്സുള്ളവനാ. പക്ഷേ കരയാൻ ഇടവരരുത്, അത്രേ ഈ സലിമിക്കയ്ക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ അവിടെ നിന്ന് തയ്ക്കാണ് കേട്ടോ. അപ്പം വിനീത് വീണ്ടും ആകെ സങ്കടത്തിൽ ഗംഗ ഇപ്പം തന്നോട് കാണിക്കുന്ന ഈ സ്നേഹവും പരിഗണനയ്ക്കും മറ്റൊരർത്ഥം ഇല്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അതേസമയം സ്നേഹതീരത്ത് നമ്മുടെ കാവേരിയും സഹോദരിമാരും കൂടി ഹോം സ്റ്റേ ആരംഭിക്കാൻ വേണ്ടിയിട്ട് 2-3 റൂമുകളൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എല്ലാവരും അതിന് സഹായമായിട്ട് നിൽക്കുന്നുണ്ട്. ശാരദയുടെ മനസ്സിൽ ഇപ്പോഴും തീയാണ്. ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നതിൻ്റെ ഫലം എന്താകുമെന്നോർത്ത്. എങ്കിൽ പോലും മക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ എതിർപ്പൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അവർ ഹോം സ്റ്റേ ആരംഭിക്കുക. അപ്പോൾ വിനീതാണ് പരസ്യമൊക്കെ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കുന്നതൊക്കെ. അങ്ങനെ ആളുകൾ കണ്ടറിഞ്ഞ് ഇവരുടെ വീട്ടിലേക്ക് വരിക. സ്നേഹതീരം വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് ആയതുകൊണ്ട് തന്നെ ആ വീടും അന്തരീക്ഷവും ഒക്കെ വരുന്ന കുടുംബത്തിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പം വെറും ഹോം സ്റ്റേ മാത്രമല്ല അവർ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് നൈറ്റിൽ പാട്ടും ഡാൻസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിനീതും അവരോടൊപ്പം കൂടുന്നുണ്ട്. വിനീതും ഗംഗയും വന്ന ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പാട്ട് പാടുകയും അവരോടൊപ്പം ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കാവേരിയും യമുനയും നിളയും എല്ലാവരും കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്ന ഗസ്റ്റുകളൊക്കെ വളരെ മാന്യമായിട്ടുള്ള പെരുമാറ്റം ആയതുകൊണ്ട് തന്നെ ശാരദയുടെ മനസ്സിലുള്ള പേടിയൊക്കെ മാറിപ്പോവുകയാണ്. അതുമാത്രമല്ല അവർക്ക് നല്ലൊരു വരുമാനം അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതം സമാധാനത്തോടെ പോകുവാണല്ലോ എന്നുള്ള ഒരു ചിന്ത ശാരദയുടെയും രാധമ്മയുടെയും മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹോം സ്റ്റേ ഒക്കെ ആയിട്ട് അവർ അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സമയം റിസോർട്ടിൽ നമ്മുടെ രാജേശ്വരി കാവേരിയുടെ മേൽ അധികാരം സ്ഥാപിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും കാവേരി അതൊന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം ഇവരെ എൻ്റെ കയ്യിൽ കിട്ടും എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒന്നും പറയാനാകാതെ രാജേശ്വരി വഴക്ക് പറഞ്ഞാൽ അതൊക്കെ മിണ്ടാതെ കേട്ട് നിൽക്കുന്ന പ്രകൃതമാണ് നമ്മുടെ കാവേരിക്ക്. പക്ഷെ അവരുടെ സ്ഥാനത്ത് ഒരു ദിവസം ഈ നാട് തന്നെ ഭരിക്കുന്ന ഒരു റാണിയെ പോലെ ഈ കാവേരി മാറും എന്നൊക്കെ പറഞ്ഞ് കാവേരി തൻ്റെ വരാൻ പോകുന്ന സന്തോഷ നിമിഷങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നിവിൻ കാവേരിയെ എങ്ങനെ തൻ്റെ പ്രണയത്തിൽ കൊടുക്കാം എന്നുള്ള ചിന്തയായിട്ട് കാവേരിയെ സമീപിക്കുന്നതും നിവിൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ കാവേരിക്ക് സംശയം തോന്നുന്നുണ്ട്. പക്ഷെ നിവിനെ ഇട്ടൊന്ന് ചുറ്റിക്കാൻ വേണ്ടി കാവേരിയോട് പ്രണയം എന്തെങ്കിലും ഉണ്ടോ എന്ന് വളച്ച് ചുറ്റി ചോദിക്കുന്ന നിവിനോട് നമ്മുടെ കാവേരി പറയും ഉണ്ടല്ലോ എന്ന് പറയാം. അത് കേൾക്കുന്ന നിവിൻ്റെ നെഞ്ച് തകരുക. കാവേരിക്ക് പ്രണയമുണ്ടോ, എന്നിട്ട് ഇതുവരെ ആളെ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുക. അതിനെന്താ, ഒരു ദിവസം നിവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ കേട്ടോ എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ നിവിന് ഒരുപാട് സങ്കടം തോന്നുക. താൻ അത്രയേറെ ആഗ്രഹിച്ച് മോഹിച്ച തൻ്റെ കാവേരിക്ക് മറ്റൊരു പ്രണയമുണ്ടെന്നുള്ള വാർത്ത നിവിനെ തകർത്ത് കളയുവാണ്. ഇതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാൻ സാധിക്കും. അപ്പം നിവിൻ്റെ ഈ വേദനയൊക്കെ കാവേരി ശ്രദ്ധിക്കുന്നു. നമ്മുടെ കാവേരിക്കും നിവിനോട് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നിവിൻ തന്നോട് കാണിക്കുന്ന പരിഗണനയും സ്നേഹവും ചിലപ്പോഴെങ്കിലും അച്ഛൻ്റെ സാമീപ്യം നിവിനിൽ കാണാനായിട്ട് കാവേരിക്ക് സാധിക്കുന്നുമുണ്ട്. ഇതൊക്കെ കാവേരിയെ പതിയെ നിവിനിലേക്ക് അടുപ്പിക്കുന്നതും നമുക്ക് വരും ആഴ്ചയിലെ എപ്പിസോഡുകളിൽ കാണാൻ കഴിയും കേട്ടോ. ഇതേസമയം ജയപാലനാണെങ്കിൽ ശാരദയിൽ നിന്ന് ഹോം സ്റ്റേ തുടങ്ങിയ കാര്യം അറിയുകയാണ്. ഒരു ദിവസം ജയപാലൻ മക്കൾ ആരും ഇല്ലാത്തപ്പം സ്നേഹതീരത്തേക്ക് വരികയാണ്. അവിടെ ചെന്ന് ശാരദയോട് നല്ല 2 വാക്ക് പറയുമ്പോൾ തന്നെ ജയപാലൻ്റെ സ്നേഹത്തിൽ ശാരദ വീണു പോകുക. ജയപാലേട്ടനെ തൻ്റെ മക്കൾ സംശയിക്കുന്നതിൽ വളരെയേറെ കുറ്റബോധം പോലും തോന്നുവാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെ ഒരു ഹോം സ്റ്റേ തുടങ്ങിയിട്ടുള്ള കാര്യമൊക്കെ ശാരദ അറിയിക്കുന്നത്. അത് കേൾക്കുന്ന ജയപാലന് നല്ല ദേഷ്യം തോന്നി. അരവിന്ദൻ്റെ മക്കള് ഇത്രയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും തളരാതെ മുന്നോട്ട് ജീവിക്കുന്ന കാണുന്ന ജയപാലന് അസൂയയും ദേഷ്യവും ഒക്കെ തോന്നുവാണ്. അവരെ മുച്ചോട് മുടിപ്പിക്കാനാണ് ജയപാലൻ്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ഹോം സ്റ്റേ അവസാനിപ്പിക്കണം. അതിനായിട്ട് അയാൾ ഹോം സ്റ്റേയുടെ ഫോട്ടോകളൊക്കെ ആരും കാണാതെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. വേറൊന്നിനുമല്ല, രാജേശ്വരിയുടെ അടുത്ത് പോയി ഇക്കാര്യങ്ങളൊക്കെ അറിയിക്കാനാണ് അയാളുടെ തീരുമാനം. ഇതൊക്കെയാണ് കേട്ടോ ഈ വരാൻ പോകുന്ന ആഴ്ചയിലെ വിശേഷങ്ങൾ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും